ഹായ്, ഞാൻ ലിയ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഭാവിയിലേക്ക് വലിയ വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനീനെ കുറിച്ച് പരിചയപ്പെടാനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോവാം. അപ്പൊ ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? വലിയ കറക്ഷൻ നേരിട്ട് ഇന്നിപ്പോ ഭയങ്കര ഒരു വലിയ റാലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇപ്പൊ തന്നെ മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് കുറിക്കുമെന്നൊക്കെ. ഇല്ല, അതൊരു കൺസോളേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ റിസൾട്ട് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ആ വേൾഡിൽ മൊത്തം ഇപ്പോൾ ഒരു ടെൻഷൻ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒക്കെ പ്രശ്നം ഏകദേശം ഒക്കെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വലിയ മൂവ്മെൻറ്റിന് നമ്മുടെ മാർക്കറ്റ് തയ്യാറെടുക്കുകയുള്ളൂ. അല്ലാണ്ട് ഇപ്പം എടുത്തു പിടിച്ച് ചാടി നേരെ മുകളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കെന്നാ ഈ അവസരത്തിൽ എന്ത് വേണം? നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളർച്ചാ സാധ്യതയുള്ളത്, നമുക്ക് മനസ്സിലാവുന്നതും നമുക്ക് വേണ്ട ഐറ്റംസും ഉള്ള പ്രൊഡക്റ്റുകളുള്ള കമ്പനികളായിരിക്കണം നമ്മളിപ്പോൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് തന്നെ അതിൻ്റെ ഒരു വളർച്ചാ സാധ്യത നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരെയും നോക്കി കഴിയുമ്പോഴത്തേന് അവരൊക്കെ വാങ്ങിക്കാൻ ചാൻസ് ഉള്ള, ഓരോരുത്തരും വാങ്ങിക്കാൻ ചാൻസ് ഉള്ള പ്രൊഡക്റ്റുള്ള കമ്പനികളെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ അതുപോലത്തെ ഒരു കമ്പനിയാണ് കൊണ്ടുവന്നേക്കണം. ഞാനിത് 1 കൊല്ലം മുമ്പ് ഞാൻ ഈ കമ്പനീനെ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവാരം കൂടി നമുക്ക് അറിയാനും പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കമ്പനിയുടെ സൈറ്റിലേക്ക് പോകും. കമ്പനി എന്ന് പറഞ്ഞാൽ നൈക്ക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് 1 കൊല്ലം മുമ്പ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അത് 1 കൊല്ലം മുമ്പത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സെർച്ച് ബട്ടണിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എന്നാ ഈ വീഡിയോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയുള്ളത് നോക്കി. മേക്കപ്പ് നമുക്കെല്ലാവർക്കും നന്നായിട്ട് നടക്കണം ആണല്ലോ. അപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വിഭാഗക്കാരെന്നാ മേക്കപ്പ് സെറ്റ്. ഒരിക്കലും ഒഴിവാക്കിയല്ലാത്തൊരു പ്രൊഡക്റ്റുകളാണ്. ആരെങ്കിലും ഒഴിവാക്കുമോ? ഒഴിവാക്കിയല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഇവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ സ്കിന്നിന് വേണ്ട പ്രൊഡക്റ്റുകൾ, അത് വേണ്ടത് നമ്മൾ ഒഴിവാക്കില്ലല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുകളാണിത്. പിന്നെ വേണ്ടത് തന്നെ മുടിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇത്. പിന്നെ തന്നെ പലതരം ടൂൾസുകൾ. അപ്പം ഏതൊക്കെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് ഒന്നും എടുത്തു പറയുന്നില്ല, അത് നിങ്ങളെടുത്ത് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അതുപോലത്തെ പലതരം ടൂൾസുകൾ. പിന്നെ നോക്കിയേ, ബാത്ത് ആൻഡ് ബോഡി. അപ്പം ഇതും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണോ? ഇതൊന്നും ഒഴിവാക്കിയല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. ഇതൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുള്ള പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഒഴിവാക്കുമോ? അതിനും ഇനിയും ഒരുപാട് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ മോം ആൻഡ് ബേബി പ്രൊഡക്റ്റുകൾ. അപ്പം ആ പ്രൊഡക്റ്റുകൾക്ക് നല്ലൊരു മാർക്കറ്റ് വിപണിയിലുള്ളതാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനെസ്, പിന്നെ മെന്ന്, അപ്പം അങ്ങനെ പോകുന്ന പ്രൊഡക്റ്റുകൾ. അപ്പം ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്നാ സംഭവിച്ചാലും ഈ പ്രൊഡക്റ്റുകൾക്ക് ഒരു വിപണി അവിടെ ഉണ്ട്. അതിന് എല്ലാ കാലത്തും കയറ്റം തന്നെയായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റുകളുടെയൊക്കെ. അപ്പം ആ ഒരു പ്രൊഡക്റ്റുകൾക്ക് എപ്പോഴും ഡിമാൻഡ് തന്നെയായിരിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പെട്ടെന്നായിരിക്കും അടുത്തൊരു 10-15 വർഷം കൊണ്ട് എന്തായിരിക്കും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ വേണ്ടി പോണേ. ആ ഒരു കാലഘട്ടത്തിൽ എന്താ ഇന്ത്യയിൽ നടക്കുന്നത്? നമ്മുടെയൊക്കെ കയ്യിലേക്ക് കൂടുതൽ വരുമാനം കിട്ടിത്തുടങ്ങും. വരുമാനം കിട്ടിക്കിടങ്ങുമ്പോഴത്തേന് നമ്മൾ ഓരോ ലെവലിൽ നിന്നും
പുതിയ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന വരുമാനത്തിനനുസരിച്ച് ഉള്ള രീതിയിലായിരിക്കും നമ്മളുടെ വേഷവിധാനങ്ങളും നമ്മൾ നടക്കുന്നതും നമ്മളുടെ ആ ഒരു ഇത് നമുക്ക് വരുമാനം കുറയുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു പകുതി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പം തീരെ കഞ്ഞി കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടിയുള്ള ആൾക്കാർ നേരെ മേക്കപ്പ് സെറ്റ് ഇട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കുമോ? ഒരിക്കലുമില്ല. അപ്പം അങ്ങനെ തന്നെ അവർക്ക് ആവശ്യമുള്ളത് തന്നെ അപ്പം അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പം അതൊക്കെ മാറി അവർക്കൊക്കെ വരുമാനമൊക്കെ കൂടി കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? അവർക്ക് ഭക്ഷണങ്ങളുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തന്നെ ഇച്ചിരി നന്നായിട്ട് നടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ അതൊക്കെ കഴിയുമ്പോൾ അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് ആയി കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? അവർ നന്നായിട്ട് നടക്കാനും നന്നായിട്ട് വേഷവിധാനങ്ങളൊക്കെ നടത്താനും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഉള്ള ഒരുപാട് ഏരിയ ഇതുപോലെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾക്ക് വൻ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പം ഇങ്ങനത്തെയുള്ള അപ്പം എത്ര വലിയ പ്രശ്നം വന്നാലും ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഡിമാൻഡ് കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും ഇവർക്കൊരു ഒരു 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 ലെവല് ഒരു നിലനിൽപ്പ് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണിത്. ഇനി നമുക്ക് ഇവരുടെ ഓരോ ബ്രാൻഡുകൾ നോക്കാം. പലതരം ബ്രാൻഡുകളുണ്ടല്ലേ, പലതരം. നോക്കിയേ, നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള അനവധി. പിന്നെ അത് പുതിയ ന്യൂ ലോഞ്ചസ് എന്ന് പറഞ്ഞു ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഒരു നിലനിൽപ്പാണ് എപ്പോഴും പുതിയ പ്രൊഡക്റ്റുകളും പുതിയ ബ്രാൻഡുകളും പുതിയ ഇതൊക്കെ എപ്പോഴും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും എപ്പോഴും ഒരു പുതുമയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളായിരിക്കണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ട വേറൊരു പോയിന്റ്. ഇനി നമ്മൾ നോക്കേണ്ട എന്നാ, ഇവരുടെ ഇന്ത്യയിലുള്ള അവരുടെ ലൊക്കേഷൻസ്, സൈറ്റ് മാപ്പ് നോക്കിയേ, അവരുടെ സ്റ്റോറുകൾ നോക്കിയേ. ഒരുമാതിരി ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് അവർക്ക് ഈ വികസിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ഏരിയയിൽ ഇനിയും കവർ ചെയ്യാനുണ്ട്. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാലോ ഇന്ത്യക്ക് പുറത്തേക്ക് അവർക്ക് സ്റ്റോർ വ്യാപിപ്പിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അത് എപ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇവരൊക്കെ നല്ല നിലയിലെത്തി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇവിടുത്തെ വളർച്ചയൊക്കെ ഏകദേശമൊക്കെ ആയി എന്ന് കാണുമ്പോഴായിരിക്കും അവർ നെക്സ്റ്റ് ലെവലിലേക്ക് വളരുന്നത്. ആ ഒരു ലെവലിലേക്ക് വളരുന്ന സമയത്തേക്ക് നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയൊന്നും ആയിരിക്കില്ല ഈ ഒരു കമ്പനിക്കുള്ളത്. അപ്പോഴത്തേനും നമ്മളൊക്കെ അറിയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു കമ്പനിയായിട്ട് ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനത്തെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാട്ടോ ഈ പറഞ്ഞത്. ഇപ്പം ഇന്ത്യയുടെ പുറത്തേക്കും വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം തന്നെ ഈ ഒരു മാപ്പിൽ തന്നെ, സൈറ്റ് മാപ്പ്, സ്റ്റോറിൻ്റെ ഈ മാപ്പിൽ തന്നെ നോക്കിയേ, നമ്മുടെ ഈ മാപ്പിൽ തന്നെ ഇഷ്ടം പോലെ സ്റ്റോറുകളുണ്ട്. അത് ഇനിയും കൂടാനായിട്ട് ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കാനുണ്ട്. അപ്പം ഇന്ത്യയുടെ റോഡും റെയിലും അങ്ങനെയുള്ളതൊക്കെ വികസിച്ച് വരുമ്പോഴത്തേനും ഇനി ഈ ഒരു കമ്പനി ഇതിൻ്റെ സെയിൽസ് ഇനി ഇവിടുന്ന് പല മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്യണം, ഇതുപോലെ വളർച്ചാ സാധ്യതയുള്ള നമുക്കൊരിക്കലും വലിയ പ്രശ്നം ഏൽക്കുകയില്ലാന്ന് തോന്നുന്ന കമ്പനികളിലായിരിക്കണം നമ്മുടെ ഒരു വളർച്ചാ സാധ്യത, നെക്സ്റ്റ് ലെവൽ ഒരുപാട് വളർച്ചാ സാധ്യതയുള്ള കമ്പനികളിലായിരിക്കണം നമുക്ക് നോട്ടം വെക്കേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. NSE BSE ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ്. 48,445 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൊരു കമ്പനിയാണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 169, 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 230, 52 വീക്ക് ലോ എന്ന് പറഞ്ഞാൽ 140. ബുക്കിൻ്റെ സ്റ്റോക്കിൻ്റെ P എന്ന് പറഞ്ഞാൽ 1132. ഇത് വളരെ വലിയ കൂടുതലാണ്. അതിനി ഒരുപാട് താഴാണ്ട്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 4.57. ഡിവിഡൻഡ് നൽകുന്നതല്ല. ROCE എന്ന് പറഞ്ഞാൽ 6.87. ROE എന്ന് പറഞ്ഞാൽ 2.44. ഫേസ് വാല്യൂ 1 ആണ്. ഞാനന്ന് ഒരു കൊല്ലം മുമ്പ് ചെയ്ത
ഇപ്പോൾ സമയത്ത് എത്രയായിരുന്നു അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഏകദേശം 135 അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് മുകളിലേക്ക് പോയി 230 അടുത്ത് വന്നിട്ടാണ് ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ എൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഇറക്കമാണ്, ഒരു ഭയങ്കര ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിങ്. അത് കഴിഞ്ഞിട്ടൊരു കൺസോളിഡേഷനാണ്. അപ്പം ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പി വെച്ച് നോക്കി കഴിയുമ്പോഴത്തേന് ഇനിയും കുറച്ച് നാളുകൂടി ഈ ഒരു ലെവലിൽ കൂടെ കൺസോളിഡേഷൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പതുക്കെ ആയിരിക്കും മുകളിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കി 2018 മാർച്ചിൽ 574, അത് കൂടി ഇപ്പം എത്രയായി 6386. ട്രേഡ് ഇൻ ടിൽ മന്ത് 7078 കോടിയിലേക്കാണ്. അങ്ങനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലോ -27 കോടിയിൽ നിന്ന് ഇപ്പം 347. ട്രേഡ് ഇൻ ടിൽ മന്ത് 392 കോടിയാണ് കാണുന്നത്. ഓപ്പറേറ്റിംഗ് മാർജിൻ ആണെങ്കിലോ ഒരു 2-നും 6-നും ഇടയിലാണ് കാണുന്നത്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കിയേ -28 കോടിയിൽ നിന്ന് എത്രയും 40 കോടിയിലേക്കും ട്രേഡ് ഇൻ ടിൽ മന്ത് 53 കോടിയിലേക്കാണ് വന്നേക്കണത്. പിന്നെ റിസർവ് നോക്കിയാൽ 2018 മാർച്ചിൽ 108 കോടി ഉണ്ടായിരുന്നു, അതിപ്പോൾ 1019 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. കടമാണെങ്കിലോ 83 കോടിയിൽ നിന്നും 1306 കോടിയിലേക്കും കടവും കൂടിയിട്ടുണ്ട്. അപ്പം ഈ കടവും റിസർവ് എന്ന് വെച്ച് നോക്കിയേ, റിസർവിനേക്കാൾ കൂടുതലാണ് കടമുള്ളത്. അതൊരു കമ്പനിക്ക് നല്ലതല്ല. അപ്പം നോക്കി ഇതിൻ്റെ അകത്തെ ഇത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടൈം ബോറോയിങ്സ് 62 കോടി, ഷോർട്ട് ടൈം ബോറോയിങ്സ് 939. അപ്പം രണ്ടും കൂടി കൂട്ടുമ്പോഴത്തേന് റിസർവിൻ്റെ 1000-ൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലീസിന് എടുത്തേക്കണതാണ്. അപ്പം ഈ ഒരു കടം കൂടി വരുന്നത് ഒരു കമ്പനി. ഇപ്പോൾ റിസർവിനേക്കാളും ഒരുപാട് കടം കയറി പോകണ്ടോന്ന് നോക്കണം. റിസർവ് കയറി പോവുകയും വേണം, കടം ഇങ്ങനെ കുറഞ്ഞു വരികയും വേണം. അപ്പം എനിക്ക് തോന്നുന്നത് അതുമല്ല, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉള്ള ഇതും സ്റ്റോറുകൾ വർദ്ധിപ്പിക്കാനുള്ള ഇതിൻ്റെയൊക്കെ ചിലവിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഈ കടം കൂടി പോണേന്ന്. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേനും കുറഞ്ഞു എന്നുണ്ടോയെന്നുകൂടി നമ്മളെപ്പോഴും നോക്കേണ്ടത് ഭയങ്കര വലിയൊരു അത്യാവശ്യമുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാ റിസൾട്ടുകളും നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് താഴത്തേക്ക് വയ്ക്കുമല്ലോ. പ്രൊമോട്ടറുടെ ഷെയർ ഹോൾഡിങ് 52.56 നിന്ന് എത്രയായി 52.18 നിൽക്കുക. നമ്മൾ ചെറിയ രീതിയിൽ അവർ സ്ട്രൈക്ക് ഒരു .something വിറ്റിട്ടുണ്ട്. FIS ആണെങ്കിൽ 5.73 നിന്ന് കൂട്ടി 10.13 കൂട്ടിയിരിക്കണം. DIS ആണെങ്കിൽ 3.42 നിന്ന് 21.83 കൂട്ടിയിരിക്കണം. അപ്പം FISനും DISനും ഓരോ കാലഘട്ടം കഴിയുന്തോറും അവർക്ക് അവരുടെ സ്ട്രൈക്ക് കൂട്ടി വരുന്നതായിട്ട് ശ്രദ്ധിച്ചോ. അതൊരു ഭയങ്കര ഒരു പോയിന്റ് ആട്ടോ. പക്ഷേ പബ്ലിക് നോക്കിയാൽ 38.29 കുറച്ച് 15.86 കുറച്ചേക്കണം. അപ്പോൾ ഇത്രയും കാലങ്ങൾ കഴിയുമ്പോഴത്തേനും പബ്ലിക് ഇങ്ങനെ കുറഞ്ഞു മറ്റേ DIS FIS നോക്കിയാൽ കൂട്ടി വരും. അപ്പോൾ സാധാരണക്കാരനെ അവർക്ക് കിട്ടുന്ന ഈ ഒരു കൺസോൾട്ടേഷനൊക്കെ എന്ത് ചെയ്യും, അവർ കുറേ നാൾ കഴിയുമ്പോഴത്തേനും എനിക്കൊന്നും കിട്ടിയില്ല, ലാഭമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിറ്റ് ഒഴിഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് നോക്കിക്കഴിയുമ്പോൾ അവർ നോക്കുന്നത് തന്നെ ലോങ് റണ്ണിലേക്ക് കമ്പനി വളരുമെന്നാണ് ഈ FIS DIS നോക്കുന്നത്. FIS DIS ചെറിയ കാലഘട്ടത്തിലേക്ക് നിക്ഷേപിക്കുകയല്ല, വളരെ വലിയ കാലഘട്ടത്തിലേക്കായിരിക്കും നിക്ഷേപിക്കുന്നത്. ആ കൂട്ടത്തിലും FIS DISൻ്റെ അകത്തും ഷോർട്ട് ടൈമിലുള്ള ടാർഗറ്റുകൾ അവർക്കുണ്ട്. ആ ഒരു പോയിന്റിൽ മാത്രമേ അവർ വിറ്റുമാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലോങ് ടൈമിലേക്കുള്ളത് അവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കമ്പനിയിൽ അവർ ഓരോ കാലഘട്ടം കഴിയുന്തോറും സ്ട്രൈക്ക് കൂട്ടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ കാലഘട്ടം കഴിയുന്നതോറും നോക്കിയാൽ മനസ്സിലാവും. അത് അവരുടെ ഒരു വളർച്ചാ സാധ്യത കാണുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കിയാലോ, ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കാം. ഇത് വീക്ക്ലി ചാർട്ടാട്ടോ. ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കി ലിസ്റ്റ് ചെയ്തു, വളരെ വലിയ വിലക്കാണ് ലിസ്റ്റ് ചെയ്തത്. ഏകദേശം 400-ന് മുകളിൽ ലിസ്റ്റ് ചെയ്തിട്ട് എവിടെ നിന്ന് എടുത്താൽ ലോവർ ഹൈ ഫോർമേഷനിൽ വന്നിട്ട് എവിടെ വന്നിട്ടാണ് നിന്നത്, ഏകദേശം 110-ൻ്റെ അടുത്ത് വന്നിട്ടാണ് ആ സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞത്. അവിടെ നിന്ന് തിരിഞ്ഞിട്ടപ്പോൾ എത്രയായി, ഹയർ ഹൈ ഫോർമേഷനിൽ വന്ന് നിൽക്കുന്നു. ഹയർ ഹൈ എന്ന് പറഞ്ഞാൽ
പതുക്കെ കയറി പോകണുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം എത്ര കാലം കൊണ്ടാണ് 2023 4 മാസത്തിൽ നിന്ന് അവൻ കയറി. ഇപ്പം എത്രയായി 2024 11 മാസം എത്തിയപ്പോഴും ഒരു ചെറിയൊരു കയറ്റേ കയറിയിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇപ്പോഴത്തെ ലെവൽ നോക്കിയേ. ഈ ഞാനൊരു ചാനൽ വെച്ചിട്ടില്ലേ, അത് ആ ചാനലിലേക്കൂടെയാണ് ഇപ്പം കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് ഇനിയും വന്നിട്ട് ഇനിയും ഒരു വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ മാത്രമാണ് താഴത്തേക്ക് പോകാൻ ചാൻസ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 169 ഏരിയ കിടന്ന് കറങ്ങി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും ഇത് പോകാൻ പോണേ? അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ ഞാൻ വരച്ചേക്കണം ട്രെൻഡ് ലൈനിൽ ഏകദേശം ഒരു 240 250 ഏരിയയിൽ വരുമായിരിക്കും. ആ ഏരിയ ആയിരിക്കും അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 240-50 ഇടയിലായിരിക്കും റെസിസ്റ്റൻസ് വരാൻ ചാൻസ്. പിന്നെ ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇവരുടെയൊക്കെ സെയിൽസൊക്കെ പതുക്കെ കൂടി ഓരോ പോസിറ്റീവ് ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാലോ പെട്ടെന്നായിരിക്കും ഇവൻ്റെ ഒരു ലെവല് നെക്സ്റ്റ് ലെവലിലേക്കുള്ള വളർച്ചയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഉടനടിയൊന്നും പോകുന്നില്ല. അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവൻ്റെ ഇന്ന് ഒരു വലിയ റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് ഭാവിയിലേക്കൊരു 1000 രൂപ ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു കമ്പനിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എടുത്ത് പഠിച്ചു നോക്കണം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ഈ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ? അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ പലരുടെയും കയ്യിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, കാര്യങ്ങൾ പറഞ്ഞു കമ്പനീനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു.